അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിലേക്ക് നേരിട്ട് യാത്ര ചെയ്ത ഭയങ്കര ഗൗരവമായ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. കാരണം മുഖാലഫത്തുൽ ഹവാദിസി, സൃഷ്ടികളുള്ളതൊന്നും അള്ളാഹ്ക്ക് ഉണ്ടാകാൻ പാടില്ല, അള്ളാഹ്ക്കുള്ളതൊന്നും സൃഷ്ടിയൊക്കെ ഉണ്ടാകാൻ പാടില്ല എന്നൊരു സിഫത്ത് നമ്മൾ പഠിച്ചതാ, ചെറുപ്പം മുതലേ പഠിച്ചു പോരുന്നതാ. അപ്പോൾ ഒരു സൃഷ്ടിയെ സംബന്ധിച്ചോ സൃഷ്ടി നശിക്കും, അള്ളാഹു നശിക്കും, ഒരിക്കലും നശിക്കാത്തതാ. അപ്പം നശിക്കുന്ന ഒരു വസ്തു നശിക്കാത്ത വസ്തുവിലേക്ക് എത്താൻ പാടില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞാലോ അവിടെ ശിർക്കും കുഫ്റും സംഭവിക്കും. പിന്നെ ഞാൻ അള്ളാവും, ഇജ അള്ളാവും, ഞാൻ ഇജും കൂടി അള്ളാവും, അള്ളാഹ് കുറേ ഉണ്ടാണ്ടി വരും. പിന്നെ അപ്പം ലാസ്റ്റ് അവിടെ പൊക്കവാട് ആസ്പോയി അങ്ങോട്ട് പിരാന്താവും. പിന്നെ ആൾ പുറത്തോട് തുണിയപ്പാക്കി വെച്ചിട്ട് ഓടേണ്ടി വരും. ഇത് മനസ്സിലാവൂല. ഇത് പടച്ചോൻ തന്നെ തീരുമാനിച്ചതാണ്, മനസ്സിലാവാൻ പാടില്ല. ഇന്നെ മനസ്സിലാക്കണം, എൻ്റെ ഹബീബിൻ്റെ കൂടെ, എൻ്റെ പ്രേമവാചകത്തിൻ്റെ കൂടെ എൻ്റെ അടുത്തേക്ക് വരണം. എൻ്റെ പ്രേമമാവുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ എൻ്റെ അടുത്തേക്ക് വരണം. വേറെ ഒരു മാർഗ്ഗമില്ല. നിങ്ങൾ വരാൻ ശ്രമിക്കണ്ടെന്ന് തെളിവാണല്ലോ. അമ്പിയാക്കന്മാരോട് വരെ പറഞ്ഞിട്ടില്ലേ? അല്ല മീസാക്ക്, അതല്ലേ ബഹുമാനപ്പെട്ട ശഫാഅത്തുൽ കുബ്ര. എല്ലാ അമ്പിയാക്കന്മാർക്കും ആ ചാൻസ് കൊടുത്തു വെച്ചിട്ടില്ലേ? ഒരാക്കി പരാതി ഉണ്ടോ? ഞാനല്ലേ ആദ്യം പഠിച്ചത്, എന്നല്ലേ ആദ്യം പഠിച്ചത്, അപ്പം ഞാനല്ലേ മുതിർന്ന ആളാവേണ്ടത് എന്നല്ല പറഞ്ഞത്. ഇവർക്ക് മനസ്സിലായി, എല്ലാ അമ്പിയാക്കന്മാർക്കും അറിയാമായിരുന്നു ഞങ്ങളൊക്കെ മുമ്പ് ഞങ്ങളുടെ അബുൽ അർവാഹായിട്ട് ഒരു പിതാവ് കിടപ്പുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലും അവർ തൗബ ചെയ്തിട്ടുണ്ട്. ആ കലിമ വെച്ചിട്ട്, മുഹമ്മദ് റസൂലുള്ളാഹി വെച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദം അലൈഹിസ്സലാം വരെ അങ്ങനെ അംഗീകരിച്ചല്ലേ. പിന്നെ നമ്മക്ക് എങ്ങനെ അത് ഇല്ലാതാവുന്നു? അപ്പോൾ നമ്മൾ ത്വരീഖത്തുകൾക്കൊക്കെ ഒരു സംഭവിച്ചെന്താ വെച്ചാൽ, ഒരു അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഈ അള്ളാഹുവിലേക്കുള്ള യാത്ര 2 റൂട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് ഇബ്ലീസ്. ഇബ്ലീസ് അള്ളാഹിന്റെ പന്നല്ലേ അല്ലേ? അള്ളി റസൂൽ എത്താ അബൂജഹൽ പുറത്ത്, ചെയ്ത കുഫറും ചെറുക്കും കുഫറും പുറത്ത് എന്നർത്ഥം. അബൂജഹൽ തന്നെ ചെറുക്കും കുഫറും. അപ്പോൾ അള്ളാഹിന്റെ കൂടെ ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിന് ആയുസും ഭക്ഷണമൊക്കെ കൊടുക്കണത് ഓനാ, നമ്മളെ പേപ്പിക്കാൻ ശക്തി കൊടുക്കണത് ഓനാ, അള്ളാഹുവാണ്. അവിടെ ഇബ്ലീസ് കുടുങ്ങണ ആരെ മുമ്പിലാ? ഖലീഫന്റെ മുമ്പിലാ, റസൂലുള്ളാഹിന്റെ മുമ്പിലാ. അതാ ഒറ്റ ഖലീഫ അള്ളാഹുക്കുള്ള, ബാക്കിയുള്ളൊക്കെ റസൂലുള്ളാഹിന്റെ ഖലീഫമാരാ. അപ്പൊ ഈ ഒരു ഘട്ടം മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ ദുനിയാവ് ആഖിറത്ത് നഷ്ടപ്പെടും. അപ്പം നമ്മൾ യാത്രകളൊക്കെയും അള്ളാഹു ഇന്നല്ലേ ഊവലൊക്കെ പിടിച്ചു പോയിട്ട് അള്ളാഹിനെ കൊണ്ടാണ് ചേർന്ന് ഏറ്റവും വലുത് അള്ളല്ലേ, അപ്പം അങ്ങോട്ടല്ലേ പോകേണ്ടത്, റസൂലുള്ളാഹിന്റെ അടിമ മാത്രമല്ലേ എന്ന് പറഞ്ഞ് ഈ വഹാബിസമാണോ ത്വരീഖത്തുകാരും ചെയ്യേണ്ടത്? വഹാബികൾ അങ്ങനെ ചെയ്യണത്. ഒരു പോസ്റ്റ്മാനാണ്, അതിൽ വലിയ കഴമ്പൊന്നുമില്ല, ഇവർ മരിച്ചു പോയില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നഊദു ബില്ലാഹ് നഊദു ബില്ലാഹി ഫൈഫ മറ, അങ്ങനെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. മുഹമ്മദ് മരിച്ചു, ഇനി അങ്ങോട്ട് ഇഞ്ഞത് വരുന്നോളി, അള്ളാഹു ഹയ്യുണ്ടായ മൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയാണ്. എന്താണ് വിസാലത്ത്, എൻ്റെ നുബുവത്ത് മനസ്സിലാവാത്ത ആൾക്കാരാണ് ഈ പറയണത്. ഇവർക്കാണ് തിരിഞ്ഞിക്കേണ്ടത്. ഏതാണ് കിബില? കാബക്ക് പോലും കിബിലുണ്ട്. കാബനെ ചോദിച്ചു വാങ്ങിയതാ റസൂലുള്ളാഹിങ്ങൾ. കാബക്ക് ഒരു കിബില വേണ്ടേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ യാത്ര അള്ളാഹിനെക്കൊള്ള ആവരുത്, ഹബീബായ റസൂലുള്ളാഹിങ്ങളെക്കൊള്ള ആവണം. അങ്ങനെ റസൂലുള്ളാഹിങ്ങളെക്കൊള്ള മാ അന അലൈഹി വസഹാബി 73-ാമത്തെ പാർട്ടി, സ്വർഗത്ത് പോണ പാർട്ടി. മാ അന, ഞാനുള്ള ഒന്ന്, വാ സ്വഹാബി, എൻ്റെ സഹാബത്തും ഉള്ള ഒന്ന്. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുലേക്ക് മുഹമ്മദ് റസൂൽ അള്ളാഹിനെ കിട്ടുള്ളൂ. അത് ആ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന റിസാലത്ത്, പിന്നെ മുഹമ്മദ് റസൂല്, പിന്നെ അള്ളാഹിനെ കിട്ടുള്ളൂ. ഇങ്ങനെയാണ് പോകേണ്ടത്. വല്ലദീന മഅഹു, ആ റസൂലുള്ളാഹിങ്ങളെ കൂടെ ഉള്ളവര്, ഇതാണ് സഹാബത്ത്, ഞാനും എൻ്റെ സഹാബത്തും. അപ്പം നമ്മൾ ഉന്നതമായ പദവി കിട്ടാൻ വേണ്ടി ഖാദിരിയ, ചിസ്തിയ, നക്ഷബന്ദിയ, സുഹറവർദിയ, കലന്ദരിയ, ദസൂക്കിയ, ഇങ്ങനെയൊക്കെ പേര് വെച്ചിട്ട് നമ്മൾ പോവാണ്. എങ്ങനെ നമുക്ക് റസൂലുള്ളാഹി നഷ്ടപ്പെട്ടു? ഇവരൊക്കെയും കമാലിയത്തിൻ്റെ ആൾക്കാരുമാണ്. ദസൂക്കി ഇമാമ കുത്തുബല്ലേ, ബദവി ഇമാമ കുത്തുബല്ലേ, സാദുലി ഇമാമ കുത്തുബല്ലേ, ചിസ്തി ബഹുമാനപ്പെട്ട ഹാജബാപ്പ കുത്തുബല്ലേ, ഇവരൊക്കെയും കാമിൽ എല്ലാന്നൊരു അഭിപ്രായം നമുക്കാർക്കുണ്ടോ? പിന്നെ എങ്ങനെ ചിസ്തി ത്വരീഖത്ത് അള്ളാഹുവിന് ദിക്ർ വന്നു? എങ്ങനെ നക്ഷബന്ദിൽ ഇല്ലല്ല വന്നു? എങ്ങനെ ഹൂ അല്ല വന്നു? എങ്ങനെ ഹൂ ഹക്ക് വന്നു? എവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നഷ്ടപ്പെട്ടത്? ഓടുന്ന നമുക്കിത് കിട്ടണ്ടേ? ഞാൻ എങ്കിലും ഒരു പ്രസംഗം കേട്ട് കൊടുക്കാൻ പറ്റുമോ? ശൈഖന്മാരത്ത് കിട്ടുമാണ്ടത് കിട്ടണില്ലല്ലോ. പിന്നെ എങ്ങനെ ഖാദിരി ആവുക? ഹൗസല്ലാ പാപ്പ കുത്തുബുൽ അഖ്താബ് സുൽത്താനുൽ ഔലിയൻ, എങ്ങനെയായിരുന്നു ഇങ്ങനെ നഷ്ടപ്പെട്ടു? നമുക്ക് ഖാദിരിയ വഴിയിൽ എങ്ങനെ തൗഹീദ് നഷ്ടപ്പെട്ടു? അപ്പം അള്ളാഹുലേക്കുള്ള യാത്രയാൾ പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇബ്ലീസിന്റെ മാർഗത്തിലാണ് പോവുക. കാരണം ഖലീഫ ഇല്ല അവിടെ, ഖലീഫ ഇല്ല. എന്നാൽ റസൂലുള്ളാഹിങ്ങൾ അള്ളയാണോ? ഒരിക്കലും ഇല്ല. അള്ളാഹുലേക്കുള്ള സിറാത്ത്, അള്ളാഹുലേക്കുള്ള മാർഗം, ഏക മാർഗം
മാർഗം എന്ന് പറഞ്ഞ പോലെ ഏക മാർഗം, സർവ്വ ചരാചരങ്ങൾക്കും ആ മാർഗ്ഗമേ ഉള്ളൂ. ഇതുകൂടി കൂടെ മനസ്സിലാക്കണം. അള്ളയാണ്, ഒരിക്കലും അള്ളല്ല. അത് പറയാൻ പാടില്ല. അപ്പം ഇസ്ലാമൊന്നും പുറത്ത്. എന്നാൽ എനിക്ക് റസൂലുള്ളാഹികൾ വേണ്ട, എനിക്ക് അള്ള മതി എന്ന് പറയുന്നത് ഇബ്ലീസിന്റെ വാക്കാണ്. വഹാബികൾ പറഞ്ഞ പോലെ തൊരിക്കത്താരും പറയാൻ പറ്റുമോ? ഓല മതം അത് വഹാബി മതം എന്നാ പറയാ, അതിന് ഇസ്ലാം എന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? ഓൽക്ക് അള്ള മതി, അള്ള മതി, എല്ലാവർക്കും അള്ള മതി. ഈ അള്ള മതിയാകലെപ്പളാ? അള്ളാനെ കിട്ടുമ്പോഴല്ലേ. കിട്ടലെപ്പളാ? റസൂലുള്ളാഹികളുടെ കൂടെ കൂടുമ്പോൾ. അപ്പൊ അള്ള മതി എന്ന് പറയാൻ നമുക്ക് ഇങ്ങനെ പറ്റും. എനിക്ക് അള്ള മതി എന്ന അവസ്ഥയാണ് ആഗ്രഹിക്കണമെങ്കിൽ റസൂലുള്ളാഹികൾ ഉണ്ടായേ പറ്റൂ. പിന്നെ അവിടുത്തെ പേര് പറയാൻ മടി. മരിച്ചുമ്പോ പറഞ്ഞാൽ ഒരു പടപ്പിന്റെ പേരാവൂലേ? ഈമാൻ കിട്ടണമെങ്കിൽ പടപ്പിന്റെ പേര് പറയണം. ഈമാൻ കിട്ടണമെങ്കിൽ പടപ്പിന്റെ പേര് പറയണം. മുസ്ലിം ആകണമെങ്കിൽ പടപ്പിന്റെ പേര് പറയണം. നിസ്കാരം ശരിയാവണമെങ്കിൽ പടപ്പിന്റെ പേര് പറയണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാത്തും സലാമും ചെല്ലണം. ലോകം ഉണ്ടാകുന്നത് തന്നെ അങ്ങനെ. പിന്നെ എത്ര മരിച്ചുമ്പോ പറയാൻ പേടി? മരിച്ചുമ്പോ മുലാ തമൂത്തുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? മുസ്ലിമാണ് കലിമല്ലണ്ടേ? മുസ്ലിമാണ് കലിമേത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെന്താ മുഹമ്മദ് റസൂലല്ലേ? പിന്നെ ഞമ്മക്ക് എന്തിനാ പേടി? റസൂലുള്ളാഹികൾ പറയാ, എന്റെ മീറാജിന്റെ റബ്ബിലേക്കാ, നിങ്ങളെ മീറാജ് എന്നിലേക്കാണ്. കാരണം എന്താ? അള്ളാന്റെ അടുത്തേക്ക് പോകാൻ അവകാശം റസൂലുള്ളാഹികൾ മാത്രമേ ഉള്ളൂ. ജിബ്രീലിനെ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ഘട്ടത്തിയപ്പം എനിക്ക് കഴിയില്ല നബി, നിങ്ങൾ പോണെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, കൊട്ടകങ്ങ് തൊപ്പിട്ട് നിസ്കരിച്ച് അള്ള ഒന്നാനാട് ഉറപ്പിച്ച് റസൂലുള്ള ഭയങ്കര സംഭവമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര മുജിദത്താണ്, ഭയങ്കര സംഭവം. ഇത് ലോകം അടക്കി ഭരിച്ച് ഭയങ്കര സമാധാന ദൂതനെയൊന്നും കാര്യമില്ല. എൻ്റെ റബ്ബിലേക്കുള്ള എൻ്റെ ഏക പാത അത് പൊന്നാര മുത്ത് റസൂലുള്ളാഹിയാണെന്ന് യക്കീനാക്കി ആ പാതയിലൂടെ എന്നാട് പോയാലേ അള്ളാഹിനെ കിട്ടുള്ളൂ, അള്ളാഹിന്റെ അളവ്. അതാണ് ഈമാൻ. ആ ഈമാന്റെ അടിത്തറയാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ അള്ളാഹിനെ കൊള്ള പോണ്ട, നമ്മൾ ആരെ കൊള്ള പോയാൽ മതി? അള്ളാഹിന്റെ റസൂലുള്ളാഹികളെ കൊള്ള പോയാൽ മതി. എന്നാലേ ശിർക്കൊന്നും ഒഴിവാവുള്ളൂ. അള്ളാഹിനെ കൊള്ള പോയാൽ ഈ ഫാനിയാകുന്നത് ബാക്കി അതിലേക്ക് ചേരൂല. നമുക്ക് റസൂലുള്ളാഹികളത്ത് പോയാൽ ശിർക്കാവൂല. റസൂലുള്ളാഹികളുള്ളൂ നമുക്ക് ഉണ്ടാകാൻ പാടില്ല, നിയമമില്ല. അള്ളാഹിനെ കൊള്ള ആര് പോയിക്കോളും? റസൂലുള്ളാഹികൾ. അതെങ്ങനെ? അത് ഓല നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ബേജാറാണ്ട ആവശ്യമില്ല. അത് അള്ള കൊണ്ടുപോയതല്ലേ, അള്ള തീരുമാനിച്ചതല്ലേ. എങ്ങനെയെന്നുള്ളത് അത് നമ്മൾ അനുഭവിക്കുമ്പോൾ ആ മക്കാമിൽ എത്തുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് അനുഭവിക്കാനും പറ്റും, നമുക്ക് അങ്ങനെ ആക്കാനും ഉണ്ടാക്കാനും പറ്റും. അതിങ്ങനെ പറയാൻ പാടില്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.